മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി തൻ്റെ മകളെ കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവതക്കുട്ടി വിളിച്ച് പറയുന്നുണ്ട്, സ്റ്റാൻലി, നീ ആപത്തിലേക്കാണ് പോകുന്നത്. നിൻ്റെ മകളെന്ന് പറയുന്ന കാണാൻ പോകുന്ന പെൺകുട്ടിയെ നീ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരല്ലേ, കണ്ട ഉടനെ തിരിച്ചു പോകണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരാൾ വന്ന് അങ്ങനെ പറഞ്ഞല്ലേ, ആ പെൺകുട്ടിയെ ഞാൻ കാണുന്നതിന് എന്താപ്പാ തെറ്റ്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, കാണുന്നതിനൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് അവതക്കുട്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ പെൺകുട്ടി ഒന്ന് കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട്. എന്തായാലും അലീനെ കണ്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് സ്റ്റാൻലി. അതിനുശേഷം നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ പുറത്തേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ സ്റ്റാൻലിയാണ്. അങ്ങനെ 2 വട്ടം വിളിച്ചതിന് ശേഷമാണ് ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് അലീനെ ഒന്ന് കാണണം, അതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് ബാലചന്ദ്രൻ എന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതുവരെ വിളിക്കാത്തതുകൊണ്ടാണ് ഞാൻ ബാലചന്ദ്രനെ വിളിച്ചതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം അലീനെ കാണാൻ ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ബാലചന്ദ്രൻ പെട്ടെന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോരെ, വീട്ടിൽ വന്ന് കാണാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് ഞെട്ടുന്നുണ്ട്. വീട്ടിലോ? ആ, വീട്ടിൽ വന്ന് കാണുന്നതിന് എന്താ കുഴപ്പം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അവിടെ വരുമ്പം ഞാൻ ആരാന്നാ പറയുന്നത്, നമ്മൾ രണ്ടുപേരും പറയുന്നത് രണ്ടായി പോവല്ലോ, എൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് പറയാം, വേറൊന്നും ഞാൻ ആലോചിച്ച് വെച്ചിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നു. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് അലീനെ കാണാൻ വരികയാണ്. ഈ സമയത്താണെങ്കിൽ ഭയങ്കര ടെൻഷനോടെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീന അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അച്ഛാ, എനിക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു, അച്ഛൻ പോകുമ്പം കൂടെ വരാം, അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിളിച്ചാലും പോകാം, എന്താ നിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഓർഫനേജിലേക്കാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇന്ന് പോകണ്ട, നാളെ പോകാം, നാളെ ആകുമ്പോൾ ഞാനും കൂടെ വരാം, അപ്പം ഞാനും കൂടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ, അങ്ങനെ ആവുമ്പോഴേ എനിക്ക് നീ പോയാലും ഈ ഓർഫനേജിലൊക്കെ അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീനയൊന്നും ഞെട്ടുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള, ഇതുവരെ അച്ഛൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താടി മോൾ ഇവിടുന്ന് പോയാലും ഇതൊന്നും മുടങ്ങല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. അലീന പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അലീനയെ വിട്ടുകൊടുക്കാൻ ബാലചന്ദ്രന് ഒരു മനസ്സുമില്ല. ഇനി സ്റ്റാൻലി അലീനയെ വേണമെന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാലചന്ദ്രൻ. ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ലൊക്കേഷനൊക്കെ ഇട്ടുകൊടുത്ത് നെടുമ്പുരയിലേക്ക് സ്റ്റാൻലി എത്തുകയാണ്. അങ്ങനെ നെടുമ്പുരയിലെ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങുവാണ്. വീട്ടിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നേരെ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ഇറങ്ങി വരാൻ ഒരുങ്ങിയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ക്ലയൻ്റ് ആയിരിക്കും മോള് പോയി ചായ ഇട്, വരുമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അങ്ങനെ അലീന കിച്ചണിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? ഇപ്പോൾ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും എന്ന് പറയാണ്. ആ സമയത്താണ് അലീന അവിടെ ഒരു ചെറു പുഞ്ചിരിയോടെ വരുന്നത്. അലീന അങ്ങനെ വരുമ്പോഴേ സ്റ്റാൻലി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയുടെ മുന്നിൽ ചായയായിട്ട് നിന്ന് അലീന നിൽക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ നെഞ്ചിങ്ങനെ പിടയുന്നുണ്ട്. സ്റ്റാൻലി ഇങ്ങനെ അലീനയെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ചായയായിട്ട് അടുത്തിങ്ങനെ വന്ന് സ്റ്റാൻലിക്ക് ചായ കുടിക്കുകയാണ്. അപ്പോഴും സ്റ്റാൻലി ഇങ്ങനെ ഒരു ഞെട്ടലോടെ അലീനയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലി നോക്കുമ്പോൾ സ്റ്റാൻലി കണ്ണെടുക്കാതെ അലീനയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലീനയെ നോക്കുന്നുണ്ട്. അലീന ഒരു ചിരിയോടെ ചായ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി അലീന ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ബാലചന്ദ്രൻ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പെട്ടെന്ന് സ്റ്റാൻലി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നേ, നിങ്ങൾ തമ്മിൽ മുൻപരിചയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി പെട്ടെന്ന് കണ്ണെടുത്തിട്ട് പറയുകയാണ്, അത് എവിടെയോ കണ്ട പരിചയം തോന്നുന്നു, അതാണെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ചായ കൊടുക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇതെൻ്റെ മകളാ അലീന എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് കുറച്ച് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഒരു ക്ലയൻറ്റാണ്, സ്റ്റാൻലി എന്ന പേരെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അലീന അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പം അലീനയെ പോകുന്നത് കാണുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ വീണ്ടും നോക്കി നിൽക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ അലീന, എനിക്ക് ഇവൾ നിങ്ങളുടെ മകളാണെന്ന്
പറയാൻ വേണ്ടി പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി ഇങ്ങനെ വിഷമത്തോടെ അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇനി പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അതെന്താ എന്ന് ചോദിക്കുന്ന ഒരു സംശയത്തോടെ എൻ്റെ അമ്മച്ചി തന്നെയാണെന്ന് കുറച്ച് സങ്കടത്തോടെ പറയാണ്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി വീണ്ടും പറയുന്നുണ്ട് എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ് അലീന ഇരിക്കുന്നത്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടുന്നത്? ഒരു തെളിവും വേണ്ട, അവൾ എൻ്റെ മകളാണെന്നറിയാൻ എന്നും പറഞ്ഞ് കുറച്ച് സങ്കടത്തോടെ സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ബാലചന്ദ്രൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മനസ്സുകൊണ്ട് ഒരിക്കലും അലീനയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലിയും കൂടെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പം സ്റ്റാൻലി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയാണ് അതെൻ്റെ മോളാണെന്ന് ഒരു തെളിവും വേണ്ട, അവൾ എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ ഇരിക്കുകയാണ്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടുന്നത്? ഒരു തെളിവും വേണ്ട എന്ന് സ്റ്റാൻലി കുറച്ച് വിഷമത്തോടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ്, ആ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കണമെങ്കിൽ എന്തൊക്കെ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് നോ എന്ന് പറയാനൊരു ഓപ്ഷൻ ഇനിയും കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ വേണ്ടാന്ന് വെച്ച് പോകാം. ഞാൻ ഒരിക്കലും അവളെ കൈവിടത്തില്ല, അവളെൻ്റെ മോളായിട്ട് തന്നെ ജീവിക്കും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയാണ് ബാലചന്ദ്ര ഇനി എന്നെ താഴ്ത്തിക്കെട്ടല്ലേ എന്ന് പറയാണ്. സ്റ്റാൻലി അത്രയ്ക്കും താഴ്ത്തിക്കെട്ടല്ലേ ബാലചന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാവരുടെയും സാഹചര്യവും മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കലും നോ പറയത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളൊന്ന് പിടയുന്നുണ്ട്. എനിക്ക് എൻ്റെ മകളെ ചേർത്ത് നിർത്തണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നടക്കത്തില്ലല്ലോ. ഇത്രയും നാൾ എൻ്റെ മകൾ അനാഥയായിട്ട് ജീവിച്ചു, ഇനി അങ്ങനെ ആവത്തില്ല, ഞാൻ ഇനി അവളെ കൈവിടത്തില്ല എന്ന് പറയാണ്. ബാലചന്ദ്രൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യെസ് എന്ന മറുപടി തന്നെയാണെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവളെ നോക്കുന്നേക്കാക്കി ഒരു പടി നന്നായിട്ട് നിങ്ങൾ നോക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മകളെ വിട്ടു തരുത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ബാലചന്ദ്രൻ അത്രേ അലീനെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട് ഓക്കെ ബാലചന്ദ്രൻ, നമുക്ക് ഇനിയും കാണാം, അലീനെ കൊണ്ടുപോകാൻ ഇനിയും വരും, ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. കാരണം ബാലചന്ദ്രന് അലീനെ സ്റ്റാൻലിക്ക് വിട്ടുകൊടുക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ അലീന പോകുമെന്നും പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്റ്റാൻലിയെ കണ്ടുപിടിച്ച് ബാലചന്ദ്രൻ അലീനെ ഏൽപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അലീനയായിട്ട് പിരിയാൻ ബാലചന്ദ്രന് നല്ല വിഷമമുണ്ട്. അങ്ങനെ സ്റ്റാൻലി അവസാനം ആ തീരുമാനമെടുക്കുകയാണ്. അലീനയെ കൂട്ടിക്കൊണ്ടുപോകാൻ, സ്വന്തം അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആ തീരുമാനമെടുക്കുകയാണ്. സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ വന്ന് പറഞ്ഞതെല്ലാം ശരിയാണെന്നും അവിടെ കണ്ടത് തൻ്റെ മകൾ തന്നെയാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ് അലീന ഇരിക്കുന്നതെന്ന് സ്റ്റാൻലി കണ്ടപ്പോഴേ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകളെ മനസ്സിലാക്കിയ സ്റ്റാൻലി അലീനയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നു. പക്ഷേ ബാലചന്ദ്രൻ്റെ മനസ്സ് പിടയുകയാണ്. അലീനയെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് ഇല്ല ബാലചന്ദ്രന്.